അങ്ങനെ തുർക്ക്മെനിസ്ഥാൻ്റെ ബോർഡറിൽ നിൽക്കുകയാണ് നമ്മൾ. ഇനി ഇവിടെ നിന്ന് കയറി എൻ്റെ കാണുന്ന അവിടെ നിന്ന് കയറി ഇമിഗ്രേഷൻ ചെയ്താണ് പോകേണ്ടത്. അങ്ങോട്ട് നമുക്ക് പോകണം. നല്ല വെയിലാണ് ഇവിടെ. ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്. കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ നമ്മളെ സിനിമാടന്മാരായിട്ടാണ് ഇവർ കാണുന്നത്. ഇടയ്ക്ക് എൻ്റെ കൂടെയൊക്കെ വന്ന് നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തുർക്ക്മെനിസ്ഥാൻ്റെ ബോർഡറെല്ലാം കഴിഞ്ഞ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 9:45 തുടങ്ങിയാണ്. ഇപ്പോൾ സമയം 1 മണി ആവാറായി. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഒരു കാര്യവും നടക്കില്ല. അതായത് അതുപോലെ തന്നെ ഇവിടെ കാർഡ് എടുക്കില്ല, ഒന്നും എടുക്കില്ല. അപ്പോൾ വരുവാണെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഡോളറായിട്ട് വരണം. ഡോളർ മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ സ്ട്രിക്റ്റ് റൂൾസാണ്. ഒരു ഏകാധിപത്യം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്നാ പറയുക, ബാങ്കുകളോ ATM ഒന്നുമില്ല. ഒരു കാർഡും എടുക്കില്ല. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡോളർ കൊണ്ട് മാത്രമേ വരാവുള്ളൂ. അത് കൊടുത്താൽ അല്ലെങ്കിൽ ലോക്കൽ കറൻസി എങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചാൽ ഇവിടുത്തെ മന്നത്തെന്ന് പറഞ്ഞ ഇത് വേണം. അത് വേണമെന്ന് നടക്കുകയുള്ളൂ. പിന്നെ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ എപ്പോൾ വന്നാലും എക്സ്ട്രാ ഡോളേഴ്സ് കൈ പിടിക്കുക. നമ്മൾ ഏകദേശം കറക്റ്റാണ് എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ വന്നിട്ട് 1 ലക്ഷം ഉസ്ബെക്കിസ്ഥാൻ്റെ പൈസ കൊടുത്തപ്പോഴാണ് നമുക്ക് $5 കിട്ടിയത്. ശരിക്കും ഒരു $8 കിട്ടേണ്ടതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം വന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പല ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പൗണ്ടും അതും ഇതൊക്കെ കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മുടെ പൗണ്ട് കൊടുത്ത് ഡോളർ വാങ്ങുകയൊക്കെ ചെയ്തു. അതുപോലെ ഇവിടെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കണമെങ്കിലും ഡോളറോ അല്ലെങ്കിൽ ഇവിടുത്തെ മന്നത്തോ വേണം. എല്ലാത്തിനും ക്ലോസ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റുകളുണ്ട്. ചെക്ക് പോസ്റ്റിലൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. എന്നാ പറയണേ, എല്ലായിടത്തും പട്ടാളത്തിൻ്റെ ഇതാണ്. പിന്നെ ഇപ്പം നമുക്ക് വന്നേക്കണ വണ്ടി നല്ലതാണ്. ലാൻഡ് ക്രൂസറാണ് വന്നിരിക്കുന്നത്. ലാൻഡ് ക്രൂസർ 3 വന്നു 8 പേർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ഡ്രൈവറുണ്ട്. യുവർ നെയിം? അക്തൂഷ് എന്ന് പറയുന്ന ആളാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെയുണ്ട്. യു സ്പീക്ക് ഇംഗ്ലീഷ്? ലിറ്റിൽ ബിറ്റ്. ഓക്കെ, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. ഇവിടെ മിക്കവർക്കും ഭാഷയൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ മാസത്തെ രാജ്യങ്ങളിലെ പോലെ തന്നെയാണ്. ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പുറം ഒക്കെ ഇങ്ങനത്തെ ക്ലൈമറ്റുമാണ്. ഒക്കെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ കൃഷിയിടം പോലെ മറ്റേ ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രദേശം പോലെ തന്നെയാണ് തുർക്ക്മെനിസ്ഥാനും. കെട്ടിടങ്ങളും ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിമാണ്. ഇങ്ങനെയുള്ള കെട്ടിടങ്ങളാണ്. വഴികൾ അവിടുത്തെ പോലെ തന്നെ ബമ്പിയാണ്. പിന്നെ നമുക്ക് കിട്ടിയേക്കണ വണ്ടി നല്ലതായതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ എടുത്തു. നമ്മൾ കേട്ടായിരുന്നത് ഇവിടെ വെള്ള കളർ വണ്ടി മാത്രമേ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇത് ഇവിടെ നമുക്ക് എല്ലാ കളർ വണ്ടികളും കാണാട്ടോ. അപ്പോൾ ആ കേട്ട കാര്യം തെറ്റാണ്. ഇങ്ങനെയായിരിക്കും പല കാര്യങ്ങളും. പൈസയുടെ കാര്യം കറക്റ്റാണ്. പൈസ ഒന്നും എടുക്കൂല ഡോളർ അല്ലാണ്ട്. മേടിക്കാൻ പോണ ഒരു റെയിൽവേ ട്രാക്കല്ല. ഇവിടുത്തെ വീടുകളാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ വീടുകളാണ് മൊത്തം. നമ്മൾ ഇന്ന് മരുഭൂമിയിലോട്ടാണ് പോകുന്നത്, ഗ്യാസ് ക്രിയേറ്ററിലോട്ട്. അപ്പം ദർവാസ ഗ്യാസ് ക്രിയേറ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ 1 മണിയായി. അപ്പോൾ നമുക്ക് പോകാൻ പറ്റും ഇവിടുന്ന് 3 മണിയാണ്. കാരണം ഇപ്പോൾ അവിടെ പോയാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമ്മൾ 3 മണിക്കാണ് നമ്മൾ പോകുന്നത്. 3 മണിക്ക് പോയാലാണ് വൈകുന്നേരം ആകുമ്പോൾ അവിടെ ചെല്ലുന്നത്. 3 മണിക്ക് പോയാലാണ് നമ്മൾ വൈകുന്നേരം അവിടെ ചെല്ലുന്നത്. അപ്പോഴത്തേനും ചൂട് കുറയും. ഇപ്പോൾ സൂര്യാസ്തമയമാവും. അപ്പോൾ നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഉണ്ടാവുള്ളൂ. നല്ല
വീതിയുള്ള വലിയ റോഡാണ്. ചെറിയ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി. പക്ഷെ ഉസ്ബെക്കിസ്ഥാനെ അപേക്ഷിച്ച് ബെറ്ററാണ് ഇത്. നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇമിഗ്രേഷനൊക്കെ ചെയ്യണേ. ഒരു രാജ്യത്ത് നല്ല ടെൻഷൻ അടിപ്പിക്കുന്ന ഇമിഗ്രേഷൻ. സ്ട്രിക്റ്റ് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല സ്ട്രിക്റ്റായിട്ട്. അതാണ് അതിൻ്റെ അത് മെയിൻ കാര്യം. പക്ഷേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്ര പ്രശ്നമായിരിക്കും. പിന്നെ നമ്മളെ പാസ്പോർട്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തോന്നുന്നു അവർ. പിന്നെ നമ്മളെ കാണുമ്പോൾ ബ്രിട്ടീഷ് ആയതുകൊണ്ടും കാണുമ്പോൾ ഇന്ത്യൻ ആയതുകൊണ്ടും പെട്ടെന്ന് വിടുന്നുണ്ട്. ഇന്ത്യക്കാരോട് ഒരു ചെറിയ അനുകമ്പയുണ്ടെന്ന് തോന്നുന്നു അവർക്ക്. പിന്നെ ടൂറിസ്റ്റുകളെ അത്ര ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ രാജ്യത്തെ ഫെസിലിറ്റിയുടെ പ്രോബ്ലം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളൂ, അല്ലാണ്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഇമിഗ്രേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേക പരിഗണന എന്ന് കയറ്റി വിട്ടു. ചെക്കിങ്ങിനാണെങ്കിലും സ്കാനർ മെഷീനൊക്കെ കേടായി പോയായിരുന്നു. അപ്പം സ്കാൻ ചെയ്യാണ്ടൊക്കെ നമ്മളെ ഇവർ കടത്തി വിട്ടു. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രയോജനങ്ങളും ഉണ്ടായി അതിൻ്റെ ഒപ്പം. പിന്നെ ഗൈഡാണ് എല്ലാം ചെയ്യുന്നത്. നമുക്കൊരു ഗൈഡ് വേണം, ഇൻവിറ്റേഷൻ വേണം, ഇൻവിറ്റേഷൻ ലെറ്റർ വേണം, എങ്കിലാണ് ഇവിടെ വന്ന് വിസ അടിച്ച് വരുള്ളൂ. നമുക്ക് കറക്റ്റ് 3 ദിവസത്തേനുള്ള വിസയാണ് കിട്ടിയിരിക്കുന്നത്. പാസ്പോർട്ടിൽ കറക്റ്റ് 3 ദിവസത്തെ വിസ അടിച്ചേക്കണേ. അതായത് 18-ാം തീയതി തുടങ്ങി 21-ാം തീയതി വരെയുള്ള വിസയാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ നാളെ വൈകുന്നേരം എക്സിറ്റ് ആവും. പക്ഷെ നമ്മൾ കൊടുത്തത് ഒരു ദിവസം കൂടെ എക്സ്ട്രാ. എന്തെങ്കിലും ട്രബിൾ വന്നാലൊക്കെ നമ്മൾ ലേറ്റ് ആയാലോ എന്ന് പേടിച്ച് നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്ട്രാ ആണ് കൊടുത്തത്. ടൗൺ സെൻറ്ററിൻ്റെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നല്ല വൃത്തിയുള്ള സ്ട്രീറ്റുകളാണ്, നന്നായിട്ട് മോടി പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. റൗണ്ട് അബൌട്ടുകളൊക്കെ എല്ലാം ചെടികളെല്ലാം വെച്ച് ലൈറ്റും എല്ലാം ഫിറ്റ് ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അങ്ങേറ്റത്തൊരു നല്ലൊരു വെള്ള ബിൽഡിംഗ് ആണെന്നു. പിന്നെ ഇത് നോർത്ത് കൊറിയയൊക്കെ പോലെ ഒരു ക്ലോസ്ഡ് കൺട്രിയാണ്. പ്രസിഡൻഷ്യൽ ഫെറാണ്. ഇലക്ഷനൊക്കെ നടക്കും, പക്ഷേ ഇവിടുത്തെ പ്രസിഡൻറ്റ് പറയും ഞാൻ ജയിച്ചു എന്ന്. അങ്ങനെ പോണ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ATM കാർഡുകൾ വർക്ക് ചെയ്യില്ല, ഫോൺ വർക്ക് ചെയ്യില്ല, അമേരിക്കൻ ഡോളർ മാത്രമേ എടുക്കുകയുള്ളൂ. ടൂറിസ്റ്റുകൾ വന്നെങ്കിൽ പ്രത്യേകം ടൂർ കമ്പനികൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു പാക്കേജിൽ വേണം വരാൻ, അല്ലാണ്ടൊന്നും നമുക്ക് വരാൻ പറ്റില്ല. അതുപോലെ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പോലും ഇവിടെയുള്ളവർ സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഇവിടെ ഇവിടുത്തെ സിം എടുക്കണമെന്ന് അറിയത്തില്ല. സിം എടുക്കണം, പക്ഷേ അത് അലൗഡ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിനോട് ചോദിച്ചാൽ പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നിറങ്ങിയാൽ പിന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല നമുക്ക്. പിന്നെ നമ്മളധികം ദിവസത്തേനൊന്നും സ്റ്റേ ചെയ്യുന്നില്ല. മാത്രമല്ല നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങി, അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് വണ്ടി കാണിച്ചു തന്നു. വണ്ടിയിൽ നമ്മൾ കയറിയിരുന്നു. ഇനി ഇവരാണ് നമ്മളെ പോകുന്നവരെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടൊന്നും അറിയണ്ടായിരുന്നു. ഡ്രൈവർ പറഞ്ഞത് നമ്മൾ ഈ സിറ്റി സെൻറ്ററിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതാണിത്. നമ്മുടെ നാട്ടിലെ പോലെ ഷോപ്പുകളൊന്നും കാണാനില്ല കേട്ടോ. ഇങ്ങനെയൊന്നും പുറത്തോട്ടില്ല. ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്രയും നമുക്ക് മനസ്സിലാവുകയില്ല ഇന്നതാണ് ഷോപ്പ്, ഇന്നതാണ് അല്ലാത്ത. നമ്മളിവിടെ നിർത്തി ഇറങ്ങാൻ പോകുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും കാണാനായിരിക്കും. ഫുഡ് കഴിക്കാൻ കയറിയ ഒരു ഹോട്ടലിൽ, നല്ല അടിപൊളി ഹോട്ടലാണ്. 20 പൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മതി. ഇവിടെ നല്ല ഹോട്ടലാണ്. ഇവിടെ ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ യൂറോ ഉണ്ടായിരുന്നു, 20 യൂറോ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിച്ചത്. നല്ലൊരു ഗാർഡൻ പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ബേ ടൗൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. ഇവിടെയുള്ള നമ്മുടെ വെയിറ്റേഴ്സാണ്, പിള്ളേരാണ്, അടിപൊളിയാണ്. ഒരു നൈസ് ടു മീറ്റ് ചെയ്യുന്നു. താങ്ക് യു. അവിടെയാണ് ഇവിടെ പുതിയതായിട്ട് പണിത മോസ്ക്. ഇവിടുത്തെ തുർക്ക്മെനിസ്ഥാനിലെ ഏറ്റവും വലിയ മോസ്കാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഗൈഡ് പറഞ്ഞേ. പിന്നെ ഇവിടെ ഡോളർ അല്ലാണ്ട് ഒരു കളി നടക്കില്ല കേട്ടോ. ഒരു കാർഡും ഒന്നും. നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറിയായിരുന്നു. നമ്മുടെ കയ്യിൽ ഭാഗ്യത്തിന് കുറച്ച് യൂറോ ഉള്ളതുകൊണ്ട് യൂറോ ഒരു വിധത്തിൽ അക്സെപ്റ്റ് ചെയ്തു.
പിന്നെ ഡോളറാണെങ്കിൽ എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും. പൗണ്ട് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഡോളർ കൈ നിറച്ചുണ്ടെങ്കിൽ എല്ലാം ചീപ്പാണ്, ഫുഡും എല്ലാം ചീപ്പാണ്. UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഫുഡുമാണ്. അപ്പോൾ ഇനി വരുന്നവരെപ്പോഴും കൈ നിറച്ച് ഡോളർ കരുതുക. ഇതിവിടുത്തെ ഏറ്റവും വലിയ മോസ്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് തുർക്കിഷ് ഗവൺമെൻറ് പണിതാണ്. ഈ റീസെൻ്റ്ലി 4 കൊല്ലമായിട്ടുള്ളൂ പണിതിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു ഈ രാജ്യം 90% മുസ്ലിംസാണ്, 10% ഓർത്തഡോക്സ്, റഷ്യൻ ഓർത്തഡോക്സ് ആൾക്കാരുമാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് സെപ്പറേറ്റഡ് ആണ് റിലീജിയനിൽ നിന്ന്, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് ഈ പള്ളിയിൽ ഇവിടെ മൊത്തം താഴെ 3000-ഓളം ആണുങ്ങൾ ഉണ്ടാവും, പെണ്ണുങ്ങൾ എല്ലാവരും മേളിലായിരിക്കും, അവിടെ ആയിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഈ രാജ്യത്ത് ആൽക്കഹോൾ അലൗഡാണ്, ആൽക്കഹോൾ ഡ്രിങ്കിങ് പ്രോബ്ലം ഇല്ല. പിന്നെ പോർക്കും അവൈലബിൾ ആണ് മാർക്കറ്റുകളിൽ. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഇവിടെ അങ്ങനെ ടിപ്പിക്കൽ ഇതല്ല, സ്ട്രിക്റ്റ്, അതായത് മുസ്ലിമിൻ്റെ ഇതല്ല, രാജ്യമായിട്ടല്ല. അറിയപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിലും നിയമപരമായിട്ട് അങ്ങനെയല്ല, ഒഫീഷ്യലി അങ്ങനെയല്ല. ഗവൺമെൻറ് സെപ്പറേറ്റഡ് ആണ് റിലീജിയനുമായിട്ടെന്നാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞത്. അതൊരു പുതിയ അറിവായിരുന്നു ഇവിടെ വന്നിട്ട്. ഇതിൻ്റെ അടുക്ക് സെൻട്രൽ പോയിന്റിൽ നിന്ന് കൈ കൊട്ടിയിട്ടുണ്ടെങ്കിൽ എക്കോ കേൾക്കും. ഇപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അതിൻ്റെ നേരെ താഴെ പോയി നിന്നിട്ട്. റീസെൻ്റ്ലി തുർക്കി ഗവൺമെൻറ് പണിതുകൊണ്ടാണ് തോന്നുന്നു ലൈറ്റൊക്കെ നല്ല പുതിയതായിട്ട് വെട്ടി തിളങ്ങുവാണ്. അങ്ങനെ തുർക്കിസ്ഥാനിലെ ആദ്യത്തെ സിറ്റി, അതായത് 3 മണിക്ക് നമ്മൾ പോയാൽ മതിയായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ എന്നാ പറയുക, ഇവിടെ ഈ ജസ്റ്റ് ഈ മോസ്ക് കാണാൻ വന്നു. ഇപ്പോൾ ഏകദേശം 2:15 എന്നിട്ട് ഈ മോസ്ക് കണ്ടിട്ട് പോയേക്കാമെന്ന് കരുതിയായിരുന്നു. അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. ഇത് നമുക്കൊരു ഗൈഡ് ടൂറാണ്, നമ്മൾ തന്നെ ട്രാവൽ ചെയ്യണമല്ല ഇത്രയും ദിവസത്തെ പോലെ. ഇത് അഡ്വാൻസ് ബുക്ക് ചെയ്ത് വന്നതാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ. ഇവിടെ നമ്മുടെ ഇമിഗ്രേഷനിൽ നിന്ന് തന്നെ നമ്മളെ കളക്ട് ചെയ്യുക ചെയ്ത് നമ്മുടെ ഗൈഡ്. അപ്പം അവർ പറയുന്ന രീതിക്കായിരിക്കും നമ്മുടെ ട്രിപ്പും പ്ലാനുകളും എല്ലാം. പിന്നെ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക്കായിട്ട് സ്മോക്കിംഗ് ഒക്കെ പറ്റും, പക്ഷേ പോലീസ് വന്ന് ചോദിക്കുന്ന പറഞ്ഞേ. അതെന്താണെന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തില്ല. എനിക്ക് വേണേൽ അവർക്ക് വല്ല പൈസ വല്ലതും കിട്ടാൻ വേണ്ടി വല്ല ആയിരിക്കും എന്ന് തോന്നുന്നു. അതിനെപ്പറ്റി പുള്ളി പറഞ്ഞില്ല. പുള്ളി അവിടെ വെച്ച് പറഞ്ഞ സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഹോട്ടലിൻ്റെ ഉള്ളിലിരുന്ന് പ്രൈവറ്റ് പ്ലേസിലിരുന്ന് ചെയ്യുക നല്ലത്, പബ്ലിക് പ്ലേസിൽ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്, ബിക്കോസ് യു ആർ എ ഫോറിനർ എന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെയാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. അതിൻ്റെ പരിസരം മൊത്തം ഭയങ്കര രസമാണ്. അതാണ് അതിൻ്റെ ആർച്ച് കവാടം കഴിഞ്ഞിട്ടുള്ള പള്ളിയുടെ ഇത്. 2 കവാടമുണ്ട്. എൻട്രൻസിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മോസ്ക് ഇരിക്കുന്നത്. ഭയങ്കര വലിയ ഏരിയ ആണ്. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഒരു ടൂറിസം ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഇഷ്ടം പോലെ ഓയിലുണ്ട്. ഓയിലുണ്ടാക്കുന്ന രാജ്യമാണ്. മെയിനായിട്ട് പാകിസ്ഥാനാണ് ഇവിടുന്ന് ഓയിൽ വാങ്ങുന്നത്. പിന്നെ ഇന്ത്യയുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഓയിൽ വാങ്ങുന്നത്. പിന്നെ ഉസ്ബെക്കിസ്ഥാനാണെങ്കിലും ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. ഇവിടെയുള്ള അടുത്ത രാജ്യങ്ങൾ ഒക്കെ വാങ്ങുന്നുണ്ട്. ഓയിൽ റിച്ചാണ് ഈ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ബാക്കി ഒന്നിനും ഇത് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനാസ്റ്റി ഇത് ഇത്രയും റെസ്ട്രിക്റ്റഡ് ആക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ആ വംശം, ആ ഒരു രാജവംശം പോലത്തെ ആ വംശമാണ് ഇവിടെ ഭരിക്കുന്നത്. അത് ഒരു ഏകാധിപതി പോലെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം അവൻ പറയുമായിരുന്നു, ആ ഗൈഡ് പറയുമായിരുന്നു, ഇവിടുത്തെ ടൗണിൽ മാത്രമാണ് ഇതുപോലത്തെ നല്ല റോഡുള്ളൂ. ഈ ഓയിൽ എടുക്കുന്നതുകൊണ്ട് പുറത്തോട്ട് ഔട്ട്സ്കേർട്സ് പോയിട്ടുണ്ടെങ്കിൽ പൊട്ടപ്പൊളിയും റോഡാണെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഉസ്ബെക്കിസ്ഥാൻ്റെ അതുപോലെ തന്നെയാണ് വീടുകളൊക്കെ. ആൾക്കാരത്ര റിച്ചൊന്നും അല്ലാന്ന് തോന്നുന്നു. ഗവൺമെൻറ് റിച്ച് ആണെങ്കിലും ആൾക്കാരത്ര പൈസ ഉള്ളവരൊന്നും അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങനെ പരന്ന കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അഗെയിൻ ഡ്രൈ ലാൻഡാണ്, വെള്ളമുള്ള ഒരു ഭൂമിയല്ല, ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. ഉഴുതിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്.
ഇവിടെയും ഗ്യാസ് പോണത് എല്ലാ പൈപ്പിൽ കൂടെയാണ്. പൈപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാം മഞ്ഞ കളറിൽ. ടെമ്പറേച്ചറൊക്കെ 40 ഡിഗ്രി ഉണ്ട്. നല്ല പൊടിച്ചുട്ട് കൊള്ളുന്ന ചൂടാണ്. അതുപോലെ തന്നെ ഇവിടെ സിമ്മൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് സിം എടുക്കാൻ പറ്റുള്ളൂ. കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതും ഇവിടുത്തെ ആൾക്കാരുടെ കാർഡാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്കൽ ആൾക്കാർക്ക് മാത്രം. പുറത്തുനിന്നുള്ള ആരുടെയും കാർഡ് എടുക്കില്ല. ആദ്യം പറഞ്ഞ പോലെ പൈസ ആണെങ്കിലും മറ്റേ ഡോളറും യൂറോയും മാത്രമേ എടുക്കുകയുള്ളൂ.